ജനനവും ബാല്യവും. ജനനം 1856 ഓഗസ്റ്റ് 22, ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രം. സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി. മാതാപിതാക്കൾ മാടൻ ആശാൻ, കുട്ടിയമ്മ. യഥാർത്ഥ പേര് നാണു ആശാൻ എന്നറിയപ്പെട്ടിരുന്നു. പ്രധാന പ്രവർത്തനങ്ങളും സാമൂഹിക പരിഷ്കരണങ്ങളും. അരുവിപ്പുറം പ്രതിഷ്ഠ 1888 നെയ്യാറിൽ നിന്നെടുത്ത കല്ലുപയോഗിച്ച് അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ഇത് സവർണ മേധാവിത്വത്തെ ചോദ്യം ചെയ്ത ഒരു വിപ്ലവകരമായ നടപടിയായിരുന്നു. നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് ഗുരു പ്രഖ്യാപിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ മുദ്രാവാക്യവും തത്വചിന്തയും. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക ഗുരുവിന്റെ പ്രധാന ഉപദേശങ്ങളിലൊന്ന്. SNDP യോഗം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 ഡോക്ടർ പൽപ്പുവിന്റെ പ്രേരണയാൽ രൂപീകൃതമായി. പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടായിരുന്നു ഇത്. ഗുരു ആയിരുന്നു ആദ്യ പ്രസിഡന്റ്. ശിവഗിരി മഠം 1904 വർക്കലയിൽ സ്ഥാപിച്ചു. ശാരദാ പ്രതിഷ്ഠ ശിവഗിരി 1912 വിദ്യാദേവിയായ സരസ്വതിക്ക് വേണ്ടി ശാരദാക്ഷേത്രം നിർമ്മിച്ചു. അദ്വൈതാശ്രമം ആലുവ 1913. ഓം സാഹോദര്യം സർവത്ര എന്നതായിരുന്നു ആശ്രമത്തിന്റെ മുഖ്യ സന്ദേശം. കളവൻകോട് കണ്ണാടി പ്രതിഷ്ഠ ഇവിടെ ഞാൻ പ്രതിഷ്ഠിച്ചിട്ടില്ല, എന്റെ മനസ്സാണ് പ്രതിഷ്ഠിച്ചത്. ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെല്ലാമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പ്രവേശിക്കാം എന്ന സന്ദേശം നൽകി. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ 1924 ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട ഈ സമരത്തിന് ഗുരു പൂർണ്ണ പിന്തുണ നൽകി. മഹാത്മാഗാന്ധി ഗുരുവിനെ സന്ദർശിച്ചത് ഈ കാലഘട്ടത്തിലാണ്. സർവമത സമ്മേളനം ആലുവ 1924 മതങ്ങൾ തമ്മിലുള്ള ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ചു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നതായിരുന്നു സമ്മേളനത്തിന്റെ മുഖ്യ ലക്ഷ്യം. ജാതിരഹിത സംഘടന ലക്ഷ്യമിട്ട് ശ്രീനാരായണ സന്യാസി സംഘം രൂപീകരിച്ചു. 1928 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ലോഹപ്രതിഷ്ഠ നടത്തി. 1927 ബോധാനന്ദ സ്വാമിയെ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു. പ്രധാന കൃതികൾ: ആത്മോപദേശ ശതകം 1897, ദൈവദശകം, ശിവശതകം അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് രചിച്ചു. ചിജ്ജട ചിന്തകം, ജാതി നിർണയം, അറിവ്, നിർവൃതി പഞ്ചകം, മുനിപര്യ പഞ്ചകം, രമണ മഹർഷിക്ക് വേണ്ടി എഴുതിയവ, അദ്വൈത ദീപിക. മറ്റു വസ്തുതകൾ: നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ആദ്യമായി കാവ്യവസ്ത്രം ധരിച്ച് ശ്രീലങ്കൻ പര്യടനം നടത്തിയത് 1918. ഗുരു അങ്ങോട്ട് ചെന്ന് സന്ദർശിച്ച ഏക വ്യക്തി രമണ മഹർഷി. ഗുരുവിന്റെ ഉയരം കൂടിയ പ്രതിമ കൈതമുക്ക്, തിരുവനന്തപുരം. കേരള സർക്കാർ അദ്ദേഹത്തിന്റെ ജന്മദിനവും സമാധി ദിനവും അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമാധി 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ച് സമാധിയായി.